ഈ നിമിഷത്തിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് മുനമ്പം ഭൂമിയിലെ പ്രശ്നപരിഹാരത്തിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കമ്മീഷൻ പരിശോധിക്കും. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് ഈ ഒരു തീരുമാനമുണ്ടായത്. ഡി ബിനോയ് ഉണ്ട് വിവരങ്ങളുമായി. ബിനോയ്, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ കമ്മീഷനെ നിയമിക്കാൻ തീരുമാനമായിരിക്കുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനം ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനം ആയിരിക്കുന്നത്. അത് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ കമ്മീഷനായിട്ട് ചുമതലപ്പെടുത്തിക്കൊണ്ട് 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി ഭൂമിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാനാണ് ഉന്നതതല യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. ഒരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആരെയും അവിടെ നിന്നും കുടിയിറക്കുകയില്ല എന്നും നിയമപരമായി മുന്നോട്ട് പോയിക്കൊണ്ട് അവർക്ക് നികുതി അല്ലെങ്കിൽ അവരുടെ സ്ഥലത്തിന്റെ നികുതി അടയ്ക്കുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകും എന്നാണ് യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. അതേസമയം എന്ന് മുതൽ ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് കടന്നിട്ടില്ല. എന്തായാലും ഏകദേശം 1 മണിക്കൂർ സമയമാണ് റവന്യൂ മന്ത്രിയും ഒപ്പം നിയമകാര്യ മന്ത്രിയും ഉൾപ്പെടെയുള്ളവരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ഉന്നതതല യോഗം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ തീരുമാനമായിരിക്കുന്നത്. കാരണം നിയമപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്തുകയും ഒപ്പം ഇവിടെ മറ്റു തരത്തിൽ ചില റിസോർട്ട് ലോബികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ കടന്നുകൂടിയിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും കയ്യേറ്റമുണ്ട് അതുൾപ്പെടെയുള്ളവ പരിശോധിക്കും എന്നുള്ള കാര്യവും തീരുമാനമായിട്ടുണ്ട്. എന്തായാലും ഈ തീരുമാനത്തെ ഇനി മുനമ്പത്തുള്ള ആളുകൾ എങ്ങനെ അംഗീകരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടത്. കാരണം ഇതൊരു വലിയ തരത്തിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. സംസ്ഥാന സർക്കാരിന് തന്നെ പലതരത്തിൽ ഇത് വലിയ പ്രതിസന്ധികളിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഒരു ഉന്നതതല യോഗം വിളിക്കാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് മുന്നോട്ടെത്തുകയും അതിന് ശേഷം ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ തീരുമാനമായിട്ടുള്ളത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരും. കാരണം മന്ത്രിമാർ, പ്രത്യേകിച്ചും റവന്യൂ മന്ത്രിയും ഒപ്പം നിയമകാര്യ മന്ത്രി P രാജീവും ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. മുനമ്പത്തെ നിവാസികളുടെ പ്രതികരണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുനമ്പത്ത് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നു. പന്തം കൊളുത്തിയുള്ള പ്രതിഷേധമാണ് സമരസമിതി നടത്തുന്നത്. സർക്കാർ തീരുമാനത്തിൽ തൃപ്തിയില്ല എന്നുള്ളതാണ് സമരസമിതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡി ബിനോയിയാണ് വിവരങ്ങൾ നൽകിയത്.